ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ്. ക്രിസ്പി ഗാർലിക് പൊട്ടറ്റോ ബൈറ്റ്സ്. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാമല്ലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു 3-4 ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി, ഒന്ന് ചതക്കിയെടുത്താൽ മതി. എല്ലാം കൂടി അധികം ബ്രൗൺ നിറമാകേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്താണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ, ഇവിടെ ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടി 1 കപ്പും 1/4 കപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ. ഇവിടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതൊന്ന് നമുക്ക് ചുവപ്പ് നിറമാകുന്നത് വരെ ഒന്ന് ഏകദേശം ഒരു 8 മിനിറ്റോളം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അരിപ്പൊടി ഏകദേശം ഒന്ന് ചുവപ്പ് നിറമാകണം. വെളുത്തുള്ളി ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്താലും, വെളുത്തുള്ളിക്ക് പകരം ജീരകം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ അരിപ്പൊടി ഇവിടെ വറുത്ത് റെഡിയായിട്ടുണ്ട്. അതൊന്ന് തണുക്കാൻ അനുവദിക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് 4 ഉരുളക്കിഴങ്ങ് ഓൾറെഡി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി. ഇതിൽ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്ത അരിപ്പൊടി ഇവിടെ ഏകദേശം തണുത്ത് കഴിഞ്ഞു. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. മെയിനായിട്ട് ഉരുളക്കിഴങ്ങും അരിപ്പൊടിയുമാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി. മിക്കവാറും ഈ 2 സാധനങ്ങളും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായിരിക്കും. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു വെജിറ്റബിൾ കട്ടിംഗ് ട്രേ എടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ പലക വെച്ച് ഒന്ന് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഒരു ഓവൽ ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോളുകളായിട്ടോ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ക്രിസ്പിയാണ്. കഴിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ താല്പര്യമായിരിക്കും. നമുക്കിതൊന്ന് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വെറും 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോളം ഇത് ഫ്രിഡ്ജിൽ തണുക്കാൻ അനുവദിക്കാം. ഉണ്ടാക്കി ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടി ഇതിന് ഉറപ്പ് കിട്ടുന്നതായിരിക്കും.
ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള എണ്ണ നമുക്ക് ചൂടാക്കിയെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കി വെക്കണം. വളരെ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഓയിലൊന്നും അധികം കുടിച്ചിട്ടില്ല. ഫ്രൈ ചെയ്ത പൊട്ടറ്റോ ബൈറ്റ്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ കുഴച്ച മാവ് മുഴുവൻ ഓവൽ ഷേപ്പിൽ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി ഭാഗം മാത്രമേ ഞാനിപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗാർലിക് പൊട്ടറ്റോ ബൈറ്റ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു സെർവ് ചെയ്യാൻ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കൂടി കൂട്ടി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്.